ഫണ്ട് വിഹിതം ലഭിക്കാത്തതിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമാണ് വിഷയത്തിലുള്ളതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ പറഞ്ഞു. ഇത് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നേരിടുന്ന പ്രയാസമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെ സ്മാർട്ട് സംവിധാനം ഉള്ളതുകൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ തനത് വരുമാനത്തിൽ നിന്നും ഫണ്ട് നീക്കിവെക്കാൻ സാധിക്കില്ല. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് നമ്മുടെ കൗൺസിൽ യോഗത്തിൽ പ്രമാദമായുള്ളൊരു ചർച്ച വന്നത് അവസാനത്തെ ഗഡു പ്ലാൻ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ട് ചില പ്രയാസങ്ങൾ നഗരസഭയ്ക്കും വന്നിട്ടുണ്ട്. നമുക്കറിയാം, പ്രയാസത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് നിൽക്കുന്നത് കർഷകരുടെ ഉഴവുകൂലി കൊടുത്തിട്ടില്ല, ക്ഷീര കർഷകർക്ക് മിൽക്ക് ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല, ഭിന്നശേഷി കുട്ടികൾക്ക് അവസാനത്തെ ഗഡു സ്കോളർഷിപ്പ് കുറച്ച് പേർക്കുള്ളൂ. അതിൽ നമ്മുടെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 60 പേർക്കൊക്കെ സ്കോളർഷിപ്പിൻ്റെ പൈസയും അതുപോലെ തന്നെ സംരംഭകർക്ക്, വനിതാ സംരംഭകർക്ക് അവർ കൊടുത്തിട്ടില്ല. ഇത് ഈ 1.5 കോടിയിൽ ഉൾപ്പെട്ടാണ് നഗരസഭയ്ക്ക് ശരിക്കും 1.5 കോടി ലഭിക്കുക. തെരഞ്ഞെടുപ്പ് വന്നോടുകൂടി നമ്മുടെ പെരുമാറ്റച്ചട്ടം വന്നോടുകൂടിയിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു പ്രതിഭാസമാണത്. കാരണം എല്ലാ നഗരസഭയ്ക്കും എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ കോർപ്പറേഷനുകളും ഇതേ അവസ്ഥ തന്നെയാണ് വന്നത്. അതുകൊണ്ടാണ് ഇത് ബ്ലോക്കായത്. അതിന് മാത്രമല്ല, ഇത് നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് മുൻ വർഷങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ കെ സ്മാർട്ട് വരുന്നതിൻ്റെ മുന്നേണെങ്കിൽ നമുക്ക് ഓൺ ഫണ്ട് നിർത്തിയിട്ട് ഇത് കൊടുക്കാം, പൊതുകാലാടിസ്ഥാനത്തിൽ കൊടുക്കാം. പക്ഷേ കെ സ്മാർട്ട് എന്നുള്ളൊരു സംവിധാനം വന്നതോടുകൂടി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പദ്ധതികളിലൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് എന്താവും, ഇതൊക്കെ സ്പിൽ ഓവർ ആകുമ്പോൾ തിരഞ്ഞെടുപ്പ് മാനദണ്ഡം 4-ാം തീയതി കഴിയും. മാനദണ്ഡം 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ സ്പിൽ ഓവറായുള്ള എല്ലാം ഓരോ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് സ്പിൽ ഓവർ വെച്ചാൽ ആ സ്പിൽ ഓവറായതിൻ്റെ ലിസ്റ്റ് തരാൻ വേണ്ടി ഇപ്പോൾ കൈവശം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. 5-ാം തീയതി തന്നെ അടുത്ത DPCക്ക് നമ്മളിതെല്ലാം കൊടുക്കും. DPCക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറ്റിംഗ് ആണ് ഉള്ളത്. വെറ്റിംഗ് പെട്ടെന്ന് നടത്തിയിട്ട് ഇത് കൊടുക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അതാണ് ആ കാര്യത്തെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. അതെ, നൂറ് ശതമാനം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇപ്പോൾ സർക്കാർ ഒരു സർക്കുലർ പുതിയതായിട്ട് വന്നു. ഏതാണ് സർക്കുലർ? അത് എൻ്റെ മുന്നിൽ തന്നെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ സർക്കുലറിൽ തന്നെ പറയുന്നത് എന്താണെങ്കിൽ അടിയന്തരമായിട്ട് സ്കൂളുകൾ, അതുപോലെ തന്നെ നമുക്ക് അംഗനവാടികൾക്ക് അവരെ പോഷകാഹാരത്തിന് സ്ഥിരം കൊടുക്കുന്ന ഭക്ഷണത്തിന് പോഷകാഹാരത്തിന് സ്കൂളുകൾക്ക്, അതുപോലെ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സർക്കുലറിൽ പറഞ്ഞത്. സർക്കുലർ സെക്രട്ടറി വായിച്ചില്ല. മദ്യവേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്കും അംഗനവാടികൾക്കും നടപ്പാക്കേണ്ട അടിയന്തര സ്കൂളുകളിൽ അറ്റകുറ്റപ്പണി, ചെറിയ സ്കൂളിൽ അടിയന്തരമായിട്ട് ഒരു അറ്റകുറ്റപ്പണി നടത്തുന്നത്. അതിനുള്ള സൗകര്യം ആരോഗ്യ സ്ഥാപനങ്ങൾക്ക്, വെറ്റിനറി സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കുന്നത്, അതുപോലെ അംഗനവാടികൾക്കുള്ള അറ്റകുറ്റപ്പണികൾക്കെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഒരു മാനദണ്ഡം നോക്കണ്ട, അത് നിങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യാനുള്ള ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ്, മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം, അംഗനവാടി പോഷകാഹാര വിതരണ പ്രോജക്റ്റ്, ഇതിൻ്റെ ഒരു മാനദണ്ഡം നോക്കാതെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ല, കാരണം അതെല്ലാം വന്നിട്ടില്ലല്ലോ. സർക്കുലറിൽ പറഞ്ഞത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതെല്ലാം ശരിയായിട്ട് നമ്മൾ മറിച്ച് തലേ ദിവസം രക്തം ലഭ്യമാകും എന്നുള്ളത് അപ്പോഴേക്കാണ് 10 ദിവസം മുന്നേ തന്നെ ട്രഷറിയിൽ ചില വെയിറ്റിംഗ് പോലുള്ള രീതിക്ക് അനുസരിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് ഇത് വൈകി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം, നാളെ അഭിമാനത്തോടു കൂടി പറയും, ഇപ്പോൾ എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മുടെ മൊത്തം സംസ്ഥാനത്ത് നമ്മൾ സംബന്ധിച്ച് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് 56.85% എക്സ്പെൻഡിച്ചറാക്കണം. സംസ്ഥാനത്ത് തന്നെ മൊത്തം നഗരസഭ 87 നഗരസഭയിൽ 46-ാം സ്ഥാനത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ തന്നെ. എന്ന് മാത്രമല്ല, ജില്ലയിൽ തന്നെ എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയ്ക്ക് 3-ാം സ്ഥാനം നമുക്ക് ചിലവാക്കുന്ന കാര്യത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, റവന്യൂ ടാക്സ് കളക്ഷൻ്റെ കാര്യത്തിൽ, ആ ടാക്സ് കളക്ഷൻ്റെ കാര്യത്തിൽ ജില്ലയിൽ നഗരസഭയിൽ നമുക്ക് 2-ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. 76.74% നമ്മൾ അതും എത്തിക്കും. നമ്മളിതെല്ലാം ഓരോ ദിവസവും ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ട്, പക്ഷേ ഇതെല്ലാം ബ്ലോക്കായത് നമുക്ക് എന്തുണ്ടായി? തെരഞ്ഞെടുപ്പ് എപ്പോൾ വന്നു? സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ്
ഈ ഇയർ എൻഡിൽ തിരഞ്ഞെടുപ്പ് വന്നതാണ് ഇതെല്ലാം പ്രശ്നമായത്. അല്ലെങ്കിൽ ഒരു വിഷയമില്ല, ഇതെല്ലാം കൊടുക്കാമായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ ഇതിനെല്ലാം പരിഹാരം എന്നുള്ള സർക്കുലർ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 4-ാം തീയതി കഴിഞ്ഞാൽ 5-ാം പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീർക്കും. ഒരാശങ്കപ്പെടാനും ഇല്ല എന്നതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചർപ്പളശ്ശേരി.